നമസ്കാരം. ടോപ് 10 പ്രേക്ഷകർക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിൽ പാകിസ്ഥാനുമായുള്ള പങ്ക് വ്യക്തമായ ദിനമാണ് ഇന്ന്. തീവ്രവാദികൾ ലക്ഷ്യമിട്ട രാജ്യവ്യാപക സ്ഫോടനങ്ങൾ തകർക്കാനായെങ്കിലും ഭീകരവാദത്തിന്റെ വേരുകൾ പൂർണ്ണമായി അറുത്തുമാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മാപ്പില്ലെന്നും വേട്ടയാടിപ്പിടിക്കുമെന്നും കേന്ദ്ര സർക്കാർ രാജ്യത്തിന് ഉറപ്പു നൽകുന്നുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് ആശ്വാസകരവുമാണ്. സൂത്രധാരന്മാരെ ഒന്നൊന്നായി കണ്ടെത്തി നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാനും കഴിയുന്നുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ടതു മുതൽ തുടങ്ങിയ ഇടതുമുന്നണിയിലെ പോര് പദ്ധതി മരവിപ്പിക്കാൻ കത്ത് നൽകിയിട്ടും തീരുന്നില്ല. CPIയുടെ ഭീഷണിക്ക് വഴങ്ങി PM ശ്രീയിൽ കേന്ദ്രത്തിന് കത്ത് നൽകേണ്ടി വന്നതിലെ അതൃപ്തി അമർഷമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയിലൂടെ പരസ്യമാക്കുകയും ചെയ്തു. ബിനോയ് വിശ്വത്തിന്റെ മറുപടിയും വന്നു. ഒരു കാര്യം ഉറപ്പാണ്, PM ശ്രീ ഇടതുമുന്നണിയിൽ തീരാപ്പോരിന് ഇടയാക്കിയിരിക്കുന്നു. CPIക്ക് വഴങ്ങുമ്പോഴും പദ്ധതിയിൽ നിന്നുമുള്ള പിന്നോട്ടുപോക്കിൽ CPMന്റെ അമർഷം തീരുന്നുമില്ല. വാർത്തയിലേക്ക് സമഗ്രമായി വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിൽ പാക് ബന്ധം തെളിയുന്നു. അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസഫർ സൂത്രധാരനെന്ന് സൂചന. അറസ്റ്റിലായ വനിതാ ഡോക്ടർക്ക് മസൂദ് അസറിന്റെ കുടുംബവുമായി ബന്ധം. ഭീകരർ പദ്ധതിയിട്ടത് സ്ഫോടന പരമ്പര എന്ന റിപ്പോർട്ട്. കേസിൽ മൂന്നാമത്തെ കാർ അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്നും കണ്ടെത്തി. സർവകലാശാലയ്ക്ക് നാക്കിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ജമ്മു കശ്മീരിൽ 2 ഭീകരർ പിടിയിൽ. PM ശ്രീയിൽ വീണ്ടും ഏറ്റുമുട്ടി ഇടത് നേതാക്കൾ. SSK ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും ഇടതുപക്ഷ രാഷ്ട്രീയം CPMനെ ആരും പഠിപ്പിക്കേണ്ടെന്നും മന്ത്രി V ശിവൻകുട്ടി. പഠിപ്പിക്കാൻ താൻ ആളല്ലെന്ന് തിരിച്ചടിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിന് അതൃപ്തി. പാർട്ടി 30 വർഷം പിറകിലെന്ന് OJ ജനീഷ്. കടകംപള്ളി സുരേന്ദ്രൻ RSSന്റെയും BJPയുടെയും പണം പറ്റി CPMനെ വിറ്റ് ജീവിക്കുന്ന നേതാവെന്ന് CPM വിമത. ആനി അശോകൻ. CPM നേതാവ് A സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷനിൽ സംവിധായകൻ VM വീനു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ബീഹാർ ആർക്കൊപ്പമെന്ന് നാളെ അറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയോടെ NDA. മാറ്റമുണ്ടാകുമെന്ന് മഹാസഖ്യം. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. തത്സമയ വിവരങ്ങളുമായി 7 മണി മുതൽ അമൃത ന്യൂസും. അരൂരിൽ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീട് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ വിദഗ്ധ സമിതി അന്വേഷിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. നിർമ്മാണ കമ്പനിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് നിർമ്മാണ കമ്പനി 25 ലക്ഷം രൂപയും സർക്കാർ 4 ലക്ഷം രൂപയും നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട കോടതി തള്ളി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ A പത്മകുമാറിന് വീണ്ടും നോട്ടീസ്. മനസ്സിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ദീപം തെളിയിച്ച ലോകത്ത് യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടാകില്ലെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. ജർമ്മനിയിലെ മ്യൂണിക്കിലെത്തിയ അമ്മയ്ക്ക് സ്നേഹോഷ്മള സ്വീകരണം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. ആദ്യ ടെസ്റ്റ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാവിലെ 9:30 മുതൽ. പരിക്കുമാറി എത്തുന്ന ഋഷഭ് പന്ത് ടീമിൽ. സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ. രവീന്ദ്ര ജഡേജയും സാംകറനും രാജസ്ഥാൻ ടീമിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. സ്റ്റേ ചെയ്താൽ തുടർ നടപടികൾ തടസ്സപ്പെടുമെന്ന് കോടതി. SIR നീട്ടിവെക്കണമെന്ന ഹർജിയിൽ ഉത്തരവ് നാളെ. സ്റ്റോറി ഓഫ് ദ ഡേ. കരുതലിന്റെ ചിത്ര സന്ദേശം.
ഡൽഹി ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന അതിന്റെ കണ്ണികൾ പാകിസ്ഥാനിലേക്ക് നീളുന്നു. അന്വേഷണം പാകിസ്ഥാൻ സ്വാധീനമുള്ള ഭീകരവാദ സംഘടനകളെ കേന്ദ്രീകരിച്ച് ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസഫർ അഹമ്മദാണ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്നാണ് ലഭിക്കുന്ന സൂചന. അതിനിടെ സ്ഫോടനത്തിനായി വാങ്ങിയ മൂന്നാമത്തെ കാർ അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സർവകലാശാലയിൽ ഹരിയാന ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. സർവകലാശാലയ്ക്ക് നാക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും വേഗത്തിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പരിശോധനയാണ് നടക്കുന്നത്. ഇതിനിടയിലാണ് സ്ഫോടനത്തിന് വേണ്ടി സജ്ജീകരിച്ച മൂന്നാമത്തെ കാർ കണ്ടെത്തിയത്. അൽ ഫലാഹ് സർവകലാശാലയിൽ നിന്നാണ് കണ്ടെത്തിയത്. 32 വാഹനങ്ങൾ വാങ്ങാനായിരുന്നു സംഘത്തിന്റെ പദ്ധതി. ആക്രമണ പരമ്പരയ്ക്ക് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘം പദ്ധതിയിട്ടിരുന്നത്. ഹരിയാനയിൽ നിന്ന് വൻ സ്ഫോടക ശേഖരം പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. കൂടുതൽ സ്ഫോടക വസ്തുക്കൾ, കാറുകൾ എന്നിവയെ സംബന്ധിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. സ്ഫോടനത്തിന് പാകിസ്ഥാൻ സ്വാധീനമുള്ള സംഘടനകളുടെ സ്വാധീനം അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. സ്ഫോടനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസഫർ അഹമ്മദ് ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നാണ് നിഗമനം. മുസമ്മിൽ, മുസഫർ എന്നിവർ തുർക്കിയിൽ എത്തിയിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം ആക്രമണത്തിന് മുൻപ് ഉമർ നബി കൊണാക്ട് പ്ലേസിലും എത്തിയിരുന്നു. സ്ഫോടനത്തിന് ഉപയോഗിച്ച അതേ കാറിലാണ് ഉമർ നബി നഗരമധ്യത്തിലൂടെ സഞ്ചരിച്ചത്. അതേസമയം സർവകലാശാലയ്ക്കെതിരെ അന്വേഷണം ശക്തമായ പശ്ചാത്തലത്തിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് കൗൺസിൽ നടപടിക്കൊരുങ്ങുകയാണ്. സർവകലാശാലയോട് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നാക് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഡൽഹി ഭീകരാക്രമണം നടത്തിയത് ഉമർ നബിയാണെന്ന് DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തീവ്രവാദത്തിന്റെ കണ്ണികൾ എങ്ങോട്ട്? ഭീകര സംഘടനയുടെ വേരുകൾ പാകിസ്ഥാനിൽ തഴച്ചു വളരുകയാണ്. വൈറ്റ് കോളർ നെറ്റ്വർക്ക്. ഇവർ ഒരു ഭയവും കൂടാതെ ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ആരിവർക്ക് സഹായം നൽകുന്നു? അങ്ങനെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? ദേശീയ അന്വേഷണ ഏജൻസി അടക്കം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഒരു സർവകലാശാല, അവിടെ ജോലി ചെയ്യുന്നവർ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി സംശയനിഴലിലാണ്. ഒപ്പം സ്ഫോടനത്തെ തുടർന്നുണ്ടായ അറസ്റ്റുകൾ അത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേസമയം ജമ്മു കശ്മീരിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിൽ 2 ഭീകരർ ഇന്ന് പിടിയിലായിട്ടുണ്ട്. ഷബീർ മീർ എന്നിവരെയാണ് പോലീസും സുരക്ഷാ സേനയും നടത്തിയ തെരച്ചിലിൽ പിടികൂടിയത്. ഇവരിൽ നിന്നും തോക്കുകളും ഗ്രേഡുകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീർ താഴ്വരയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. 10-ലധികം കേന്ദ്രങ്ങളിലാണ് സുരക്ഷാ സേന പരിശോധനകൾ നടത്തുന്നത്. ഭീകരാക്രമണങ്ങളെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവന നടത്തുന്നത് രാജ്യത്തിന് അപമാനമാണെന്നും ആപത്താണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രീണന രാഷ്ട്രീയം നടത്തുന്നവർ BJPയെ പഠിപ്പിക്കാൻ വരേണ്ട എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ സുരക്ഷാ വീഴ്ചയും രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ വീഴ്ചയുമാണ് ചെങ്കോട്ട ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞത്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. പ്രതികരണങ്ങൾ നോക്കാം. ഈ പ്രീണന രാഷ്ട്രീയം ചെയ്യുന്നവർ ഇവിടെ സെക്യുലറിസം എന്താണ്, മതേതരത്വം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇവിടുത്തെ ജനങ്ങൾ, മലയാളി മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുസും തീരുമാനിക്കും. അവർ ഭരണഘടനയിൽ തെളിച്ച ഒരു സെക്യുലറിസം എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പാകിസ്ഥാൻ സഹായിക്കുന്ന ഓർഗനൈസേഷൻസ് വന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു അപകടമാണെന്ന് ഞാൻ കോൺഗ്രസിനും CPMനോട് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നടന്നത് തലസ്ഥാന നഗരത്തിൽ നടന്ന ഈ സ്ഫോടനം എന്ന് പറയുന്നത് ഗുരുതരമായ സെക്യൂരിറ്റി ലാപ്സാണ്, ഇൻ്റലിജൻസ് ലാപ്സുമാണ്. നിങ്ങൾ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പ് തന്നെ ഇവർ വന്ന് പ്ലാൻ ചെയ്ത് ജനുവരിയിലങ്ങനത്തെ പ്ലാൻ, കഴിഞ്ഞ ജനുവരിയിലങ്ങനത്തെ പ്ലാൻ 3-4 മാസം മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എവിടെയായിരുന്നു നമ്മുടെ ഇൻ്റലിജൻസ്? എവിടെയാണ് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം? അപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഡൽഹിയിൽ നടന്നിരിക്കുന്ന ഈ സ്ഫോടനം. PM ശ്രീ പദ്ധതിയിൽ ഇടതുമുന്നണിയിൽ കലഹം തീരുന്നില്ല. പരസ്പരം ഏറ്റുമുട്ടുകയാണ് നേതാക്കൾ. SSK ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല എന്നും ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കട്ടെ എന്നും ഇടതുപക്ഷ രാഷ്ട്രീയം CPMനെ ആരും പഠിപ്പിക്കാൻ വരേണ്ട എന്നും CPIയെ വിമർശിച്ച മന്ത്രി
വി ശിവൻകുട്ടി എന്ന് പറയുകയുണ്ടായി. എന്നാൽ ശിവൻകുട്ടിയുടെ പ്രകോപനത്തിന്റെ കാരണം അറിയില്ലെന്നും അദ്ദേഹത്തെ പഠിപ്പിക്കാൻ താൻ ആളല്ല എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. RSSനെ പ്രതിരോധിക്കുന്നത് CPM മാത്രമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് വ്യക്തമാക്കി. PMCയിൽ നിന്ന് പിന്മാറുന്നതായി കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. CPIയുടെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് കത്തയക്കാൻ സർക്കാർ നിർബന്ധിതരായത്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിന് മുൻപ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് അതിവേഗത്തിൽ കത്തയക്കുകയായിരുന്നു. പിന്നാലെ LDFന്റെ രാഷ്ട്രീയ വിജയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതാണ് മന്ത്രി VN ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത്. ആരുടെയും രാഷ്ട്രീയ വിജയമല്ല എന്നും ഇടതുപക്ഷ ആശയം CPMനെ ആര് പഠിപ്പിക്കാൻ വരേണ്ട എന്നുമാണ് വി ശിവൻകുട്ടി വിമർശിച്ചത്. SSK ഫണ്ട് കേരളത്തിന് നഷ്ടമായാൽ മന്ത്രി എന്ന നിലയിൽ തന്നെ ആരും കുറ്റപ്പെടുത്തരുതെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കട്ടെയെന്നും CPIക്ക് മന്ത്രിയുടെ വക ഒളിയമ്പ്. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ശിവൻകുട്ടിയുടെ പ്രകോപനത്തിന്റെ കാരണം അറിയില്ല എന്നും അദ്ദേഹത്തെ പഠിപ്പിക്കാൻ താൻ ആളല്ല എന്നും ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. SSK ഫണ്ട് നിഷേധിച്ചാൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എന്ത് കാരണമാണെങ്കിലും ശരി, ഈ സമയത്ത് ആര് പ്രകോപനമുണ്ടാക്കിയാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടിയാണെങ്കിൽ പോലും പ്രകോപിക്കപ്പെടാൻ CPI ഇല്ല. CPIക്ക് വലുത് LDF രാഷ്ട്രീയമാണ്. എന്നാൽ RSSനെതിരെ പ്രതിരോധിക്കുന്നത് CPM മാത്രമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വർഗീയതയ്ക്കെതിരായിട്ട് അതിശക്തിയായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ശക്തമത്തായ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് CPM ആണ്. അതേസമയം PMCയുടെ കാര്യത്തിൽ CPMഉം CPIയും നാടകം കളിക്കുകയാണെന്ന് കോൺഗ്രസ് പറയുന്നു. മന്ത്രി പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഫണ്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. ഉത്തരവാദി ആര്? ബിനോയ് വിശ്വം. PMCയെ ചൊല്ലി മുന്നണിയിൽ നേതാക്കൾ പോരടിക്കുമ്പോഴും കേന്ദ്രത്തിന്റെ നിലപാട് എന്താകുമെന്നതാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കരാർ മരവിപ്പിക്കാൻ ഇന്നലെ കത്ത് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമെത്തിയത്. എന്നാൽ PM-ശ്രീയിൽ മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് 2 ആഴ്ച പിന്നിട്ടു. തീരുമാനമായില്ല. PM-ശ്രീയും SSKയും 2 പദ്ധതികളാണ്. അത് കൂട്ടിക്കുഴയ്ക്കുന്നത് BJP ആണെന്നാണ് CPI പറയുന്നത്. കത്തുകൊടുത്ത സ്ഥിതിക്ക് കേന്ദ്ര ഫണ്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ സംസ്ഥാനത്തിനും ആശങ്കയുണ്ട്. SSKയുടെ 1300 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന് കിട്ടാനുമുള്ളത്. അതേസമയം PM-ശ്രീയിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനോട് കയർത്ത് പിണറായി വിജയൻ. PM-ശ്രീ ചർച്ചയായോ എന്ന ചോദ്യത്തിന് എത്ര വർഷമായി മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുചോദ്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് പ്രമുഖ പാർട്ടികൾ. NDA 31 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി. BDJSന്റേതുൾപ്പെടെയുള്ള സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. LDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അതേസമയം കോൺഗ്രസിലെ സീറ്റ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 മുന്നണികളിലെയും പ്രമുഖ പാർട്ടികളായ CPMഉം BJPയും കോൺഗ്രസുമാണ് സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കിയത്. നിലവിൽ BJP ഘടകകക്ഷികളുടെ 3 സീറ്റുകൾ ഒഴിച്ച് BDJSന്റേതുൾപ്പെടെ തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ 31 പേരുടെ ലിസ്റ്റുകൾ കൂടി പ്രഖ്യാപിച്ചു. ഇതോടെ 98 സീറ്റുകളിൽ NDAയ്ക്ക് സ്ഥാനാർത്ഥികളായി. ശ്രീ കസ്തൂരി CPMന്റെ നേതാവായിരുന്ന K അനിരുദ്ധന്റെ മകൻ A സമ്പത്തിന്റെ സഹോദരൻ. CPMഉം തങ്ങളുടെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥി SP ദീപക് അടക്കം എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ സജീവമാണ്. ഇതിനിടെ ജില്ലാ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ആകെയുള്ള 28 സീറ്റുകളിൽ 21 സീറ്റിലാണ് CPM മത്സരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകൾ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്കാണ്. ആദ്യം പ്രചാരണത്തിലേക്ക് കടന്ന കോൺഗ്രസിന്റെ 101 വാർഡുകളിലൂടെയുള്ള ജനകീയ വിചാരണ യാത്ര ഇന്ന് അവസാന ഘട്ടത്തിലായിരുന്നു. K മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്രയുടെ സമാപനവും കുറ്റപത്ര സമർപ്പണവും നാളെ നടക്കും. സമാന്തരമായി സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും തുടരുകയാണ്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് രംഗത്തെത്തി. വിജയസാധ്യതയുള്ള സീറ്റുകളിലും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുള്ള സീറ്റുകളിലും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത്.
പക്ഷെ അത് കിട്ടി എന്ന അഭിപ്രായം സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്കില്ല, ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല. സീറ്റ് ലഭിക്കാതെ അസംതൃപ്തരായവരുടെ വിമതശല്യവും മുന്നണികൾക്ക് പ്രചാരണത്തിലടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ വിമത സ്ഥാനാർത്ഥി ആനി അശോകനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ MLA രംഗത്തെത്തി. പാർട്ടി പ്രാദേശിക നേതാക്കളുമായി കടകംപള്ളി വാർത്താസമ്മേളനം നടത്തി. കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളിക്ക് BJPയുമായി ഡീലാണെന്ന് ആനി അശോകന്റെ വെളിപ്പെടുത്തലിൽ തനിക്ക് ഡീൽ ജനങ്ങളുമായാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ചടിച്ചു. അതേസമയം CPMനെ വിറ്റുജീവിക്കുന്ന നേതാവാണ് കടകംപള്ളിയെന്ന് ആനി അശോകനും പ്രതികരിച്ചു. ആനി അശോകനെ CPM ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM BJP ഡീലുണ്ടെന്ന ആരോപണവുമായി ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമായ ആനി അശോകനാണ് രംഗത്തെത്തിയത്. കടകംപള്ളി സുരേന്ദ്രൻ MLA ഇതിന് നേതൃത്വം നൽകുന്നതെന്നും ഇവർ ആരോപിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ആനി അശോകന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇവർ ചെമ്പഴന്തി വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. തനിക്ക് ഡീൽ ജനങ്ങളുമായാണെന്നും ജനങ്ങളുടെ വിനീത ദാസനാണ് താനെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എനിക്ക് ഡീലുണ്ട്, അത് കക്ഷി വ്യത്യാസത്തിന് അതീതമായി ജനങ്ങളോടാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും, ആര് പറഞ്ഞാലും ഏത് ആക്ഷേപം ഉണ്ടായില്ല. സ്ഥാനാർത്ഥികളെ നിർണയിച്ച വാർഡ് കമ്മിറ്റിയിൽ ആനി അശോകൻ തനിക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആരും പിന്തുണച്ചില്ലെന്നും ലോക്കൽ സെക്രട്ടറി ഗോപൻ പറഞ്ഞു. ആനി അശോകനെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതായും നേതാക്കൾ അറിയിച്ചു. അതേസമയം RSSന്റെയും BJPയുടെയും പണം പറ്റി CPMനെ വിറ്റുജീവിക്കുന്ന നേതാവാണ് കടകംപള്ളി സുരേന്ദ്രനെന്ന് ആനി അശോകൻ പ്രതികരിച്ചു. 3.5 പതിറ്റാണ്ട് കാലം പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകയായ തന്നെ സ്ത്രീ എന്ന രീതിയിലും ജാതിയുടെ പേരിലും അധിക്ഷേപിച്ചാണ് കടകംപള്ളി സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തിയതെന്നും ആനി അശോകൻ ആരോപിച്ചു. CPMന്റെ കുപ്പായമണിഞ്ഞ തനി BJPക്കാരനാണ് ആള് അവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ചെമ്പഴന്തി ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലറായിട്ടുള്ള ഉദയനുമായിട്ട് അയാൾക്ക് വോട്ട് കച്ചവടം വോട്ട് BJPയായിട്ട് വോട്ട് ഡീലും അതുമാത്രമല്ല അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട്. ആനി അശോകനെ കൂടാതെ ഉള്ളൂരിലും വാഴോട്ടുകോണത്തും CPMനെതിരെ വിമതർ രംഗത്തുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയായി വരുന്നു. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് പലയിടത്തും പ്രവർത്തകർ രാജിവെച്ചിട്ടുമുണ്ട്. പട്ടികയിൽ ഇടം പിടിക്കാത്തവർ വിമതരാകുമെന്ന ഭീഷണിയുമുണ്ട്. ഇതിനിടെ ചുവരെഴുത്തും വോട്ട് ചോദിക്കലുമായി സ്ഥാനാർത്ഥികളും സജീവമാണ്. തുടർഭരണം എന്ന ആത്മവിശ്വാസത്തിൽ LDF സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയതോടെ 56 ഡിവിഷനുകളിൽ 54ഇടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നിലവിലെ കൗൺസിലർമാരെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇത്തവണ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മുൻ മേയർ അഡ്വക്കേറ്റ് രാജേന്ദ്രബാബു ഇത്തവണ മത്സരിക്കുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK അനിരുദ്ധൻ മുതൽ 25 വയസ്സുകാരൻ വിഷ്ണു വരെ ഉൾപ്പെട്ടതാണ് 36 സീറ്റുകളിൽ മത്സരിക്കുന്ന CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക. 17 സീറ്റുകളുള്ള CPIയിൽ മേയർ ഹണി ബെഞ്ചമിൻ ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ബിയുമാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ ഇത്തവണ ഏതു വിധേനയും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് കോൺഗ്രസ് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആകെയുള്ള 56 സീറ്റുകളിൽ 38ഇടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 11ഇടത്ത് RSPയും 5 സീറ്റുകളുള്ള മുസ്ലിം ലീഗ് 4ഇടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഓരോ സീറ്റ് വീതമുള്ള ഫോർവേഡ് ബ്ലോക്കും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. BJP ആദ്യഘട്ടത്തിൽ 21 സ്ഥാനാർത്ഥികളെയും രണ്ടാം ഘട്ടത്തിൽ 15 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. BJP സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി ഇത്തവണ കൊല്ലം കോർപ്പറേഷൻ വടക്കേവിള വാർഡിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. 56 ഡിവിഷനുകളിൽ ഇനി 20ഇടത്താണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക വരാനുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 5ഉം ബ്ലോക്കിൽ 24 സ്ഥാനാർത്ഥികളെയും BJP പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തിയുമായി പലയിടത്തും പ്രവർത്തകർ രാജിവെച്ചു. CPMനും കോൺഗ്രസിനും ജില്ലയിൽ പലയിടത്തും വിമത ഭീഷണിയും ഉയരുന്നുണ്ട്. CPIയിലാകട്ടെ പലരും പാർട്ടി വിട്ടു തുടങ്ങി. സ്ഥാനാർത്ഥി പട്ടികയിൽ അവസരം ലഭിക്കാത്തവരുടെ പ്രതിഷേധം BJP ജില്ലാ നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. കോഴിക്കോട് ജില്ലയിൽ ഇടതുപക്ഷം ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചത്. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക UDFും പ്രഖ്യാപിച്ചു. UDF പട്ടികയിൽ സംവിധായകൻ VM വിനു ഇടം പിടിച്ചപ്പോൾ യുവനിരയ്ക്കൊപ്പം മുതിർന്ന നേതാക്കളെയും LDF കളത്തിൽ ഇറക്കിയിട്ടുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് കോൺഗ്രസ് പുറത്തുവിട്ടത്. 15 സ്ഥാനാർത്ഥികളാണ് രണ്ടാംഘട്ട പട്ടികയിലുള്ളത്. സിനിമാ സംവിധായകൻ VM വിനു കല്ലായിയിലും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പാറോപ്പടിയിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട് എരഞ്ഞിക്കലിലും മത്സരിക്കും. സരോവരത്തെ കണ്ടൽക്കാട് സംരക്ഷണത്തിനായി പോരാടിയ പരിസ്ഥിതി പ്രവർത്തക PM ജീജാബായ്, BCom വിദ്യാർത്ഥിനി NV അഞ്ജന എന്നിവരും മത്സര രംഗത്തുണ്ട്. പുതുമുഖങ്ങളെ ഉൾപ്പെടെ രംഗത്തിറക്കി കോർപ്പറേഷൻ പിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. VM വിനുവിന്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയവും കോഴിക്കോട്ടെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൊതുസമൂഹത്തിന്റെ മനസ്സിന്റെ അംഗീകാരം കൂടി ലഭിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതേസമയം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 28 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് LDF ഇന്ന് പ്രഖ്യാപിച്ചത്. SFI സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള P താജുദ്ദീൻ, മുഹമ്മദ് സാദിഖ് തങ്ങൾ എന്നിവരെ കൂടാതെ ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അഡ്വക്കേറ്റ് M ഷാരുദി തുടങ്ങിയവരടങ്ങുന്ന യുവനിരയ്ക്കൊപ്പം നാസർ കൊളായി, KK ദിനേശൻ, ഡോക്ടർ KK ഹനീഫ തുടങ്ങി CPMന്റെ മുതിർന്ന നേതാക്കളും പട്ടികയിലുണ്ട്. RJDക്ക് നൽകിയ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. ഇതിനുശേഷമായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. UDF RSSുമായി സന്ധി ചെയ്യുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു എന്നുള്ളതെല്ലാമാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം. RSSന് സമാനമായി മതമൗലികവാദത്തിന് ശക്തമായ വേരോട്ടമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി വളരെ പരസ്യമായി കൂട്ടുകൂടിയിട്ടുള്ള UDFന്റെയും വർഗീയ മുഖം കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. കോൺഗ്രസിന് പിന്നാലെ ഇടതുപക്ഷത്തിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങിയതോടെ ജില്ലയിലെ പ്രചാരണത്തിന് ചൂട് പിടിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് ജില്ലയിൽ LDF നേതൃത്വത്തോടിടഞ്ഞ് NCP. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 4 വാർഡുകളിൽ CPMനെതിരായി സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ തീരുമാനം. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിലും സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ NCP നേതൃത്വം തീരുമാനിച്ചു. ഇടതുമുന്നണി നേതൃത്വം സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാർഡ് 17 നിലാങ്കര, 39-ാം വാർഡ് കാഞ്ഞങ്ങാട് സൗത്ത്, പുതിയ വാർഡായ പനങ്കാവ്, വാർഡ് 42 ആവിക്കര എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ NCP ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ തീരുമാനമായി. ഇത് സംബന്ധിച്ച നിർണായക യോഗം കാഞ്ഞങ്ങാട് ചേർന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിൽ NCPക്ക് 2 സീറ്റുകൾ നൽകുമെന്ന് CPM നേതൃത്വം നേരത്തെ NCPS നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. CPM നേതൃത്വം മുന്നണി മര്യാദ ലംഘിച്ചെന്ന നിലപാടിലാണ് ജില്ലയിലെ NCP നേതാക്കൾ. നിലവിൽ ഒരു പാർട്ടി മത്സരിക്കുന്ന സീറ്റ് നമുക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റൂല. പക്ഷെ മറിച്ച് നമ്മൾ ആവശ്യപ്പെട്ടത് നമ്മുടെ ഇങ്ങനെ എക്സ്ട്രാ വന്ന സീറ്റുകളിൽ നമ്മൾ പരിഗണിക്കണമെന്നാണ് നമ്മൾ LDF നേതൃത്വമായി അഭ്യർത്ഥിക്കുന്നതും അവിടെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ, പിലിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് NCP തീരുമാനം. അത്യാവശ്യം NCPക്ക് ശക്തിയുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ചില സ്ഥലങ്ങളിൽ വിജയ പരാജയങ്ങളൊക്കെ നിർണ്ണയിക്കാൻ പറ്റുന്ന ചില വാർഡുകളുണ്ട്. ഇത്തരത്തിലൊരു പരിഗണന ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് ആലോചിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുവാനുള്ള ശക്തി NCPക്കുണ്ടെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്. കോൺഗ്രസ് വിട്ടുവന്ന ലതിക സുഭാഷ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകുന്നു. NCP ശരത് പവാർ വിഭാഗം നേതാവും കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സണുമാണ് ലതിക സുഭാഷ്. കോട്ടയം നഗരസഭയിലെ 48-ാം വാർഡായ തിരുനക്കരയിലാണ് മത്സരിക്കുക. ഈ വാർഡ് NCPക്ക് നൽകാൻ LDFൽ ധാരണയായിരുന്നു. ഇതേ തുടർന്നാണ് ലതിക സുഭാഷിനെ ഈ സീറ്റിലേക്ക് പരിഗണിച്ചത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്ന ലതിക സുഭാഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് കോൺഗ്രസ് വിട്ട് NCPയിലെത്തിയത്. മലമ്പുഴയിൽ VS അച്യുതാനന്ദനെതിരെ UDF സ്ഥാനാർത്ഥിയായും ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും ലതിക സുഭാഷ് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ സാധാരണക്കാരന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന വാദമുയർത്തി ഭരണം ഇത്തവണ പിടിക്കാമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് UDF. കൂടാതെ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച് LDFന് പിന്തുണ നൽകിയ ആമിന ഹൈദരാലി SDPI പ്രവർത്തകയാണെന്നും SDPI CPM ബാന്ധവമാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ പത്തനംതിട്ട നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിമറിച്ച വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ഭരണസമിതിയുടെ കാലയളവിൽ ഉണ്ടായിട്ടുള്ളതെന്നും
ഈ വികസന നേട്ടങ്ങൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഹാപ്പിനെസ് പാർക്കും ടൗൺ സ്ക്വയറും സ്മാർട്ട് അംഗനവാടികളും അടക്കമുള്ളവ നേട്ടങ്ങളായി ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ഒരിക്കലും ഇനി സംഭവ്യമല്ല എന്ന് വിചാരിച്ചിരുന്ന ധാരാളം പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡ് സ്പെഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിലൂടെ നടത്തിയിട്ടുള്ള നിതാന്തമായിട്ടുള്ള നിരന്തര ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാൻഡുകളിലൊന്നായി മാറിയത്. അവിടെ തന്നെ ഹാപ്പിനെസ് പാർക്ക് ഉണ്ടായി, ടേക്ക് എ ബ്രേക്ക് ഉണ്ടായി, ഏറ്റവും ഒടുവിൽ കുടുംബശ്രീയുടെ പ്രീമിയം കഫേ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്ങനെ എണ്ണി പറയാൻ കഴിയുന്ന ധാരാളം പ്രവർത്തനങ്ങൾ പത്തനംതിട്ട നഗരത്തിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അവതരിപ്പിക്കാൻ ധനകാര്യ കമ്മീഷൻ വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ പങ്കെടുക്കാനായതും നേട്ടമായി നഗരസഭാ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ തന്നെ ഫിനാൻസ് കമ്മീഷൻ ആദ്യമായിട്ട് നടത്തിയിട്ടുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കേരളത്തെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് പത്തനംതിട്ടയ്ക്ക് ഡൽഹിയിൽ പങ്കെടുക്കുന്നതിനും നിർദ്ദേശങ്ങൾ വെക്കുന്നതിനായിട്ടും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടായി. വികസനത്തിന്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല എന്നുള്ള നിലയിലേക്കാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഏറെ മാതൃകാപരമായ നിലയിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് നഗരസഭാ കൗൺസിലിന് കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യമാണ് ഉള്ളത്. എന്നാൽ നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ ജലദൗർലഭ്യമടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന യാതൊരു വികസന പ്രവർത്തനങ്ങളും നഗരസഭയിൽ നടന്നിട്ടില്ല എന്നും UDF ആരോപിക്കുന്നു. പത്തനംതിട്ട നഗരസഭാ ഭരണം യാതൊരുവിധമായ വികസനവുമില്ലാതെ പുരോഗതിയില്ലാതെ 5 വർഷം തികച്ചും പാഴാക്കി കളഞ്ഞു. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. നഗരസഭയിലെ ഒരു ബസ് സ്റ്റാൻഡിന്റെയോ അല്ലെങ്കിൽ ഒരു ടൗൺ സ്ക്വയറോ നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഊറ്റം കൊള്ളുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ? കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്, റോഡുകളുടെ പ്രശ്നം രൂക്ഷമാണ്, തെരുവിളക്കുകൾ കത്തുന്നില്ല, അബാൻ മേൽപ്പാലം പണിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസമായി, അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഈ ഭരണസമിതിയുടെ ചേർന്ന സഹായത്തോടുകൂടി ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പൊ ഇതിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത നഗരങ്ങളിലൊന്ന് പത്തനംതിട്ടയാണെന്നും SDPIയുമായി CPMന് അന്തർധാരയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ തികച്ചും വാസ്തവരഹിതമാണെന്നും സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയാണ് ഭരണസമിതിക്ക് ഉള്ളതെന്നും CPM പറയുന്നു. SDPI CPM ബന്ധമെന്ന കോൺഗ്രസ് ആരോപണം കൊണ്ടായിരുന്നു പത്തനംതിട്ട മുനിസിപ്പാലിറ്റി മുൻപ് വാർത്തകളിൽ നിറഞ്ഞത്. 3 സ്വതന്ത്രരുള്ളതിൽ ആമിന ഹൈദരലിക്ക് SDPI ബന്ധമുണ്ടെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമാഗമമാകുന്ന സാഹചര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേരിടുകയാണ് കോൺഗ്രസും CPMഉം. അമൃത ന്യൂസ്, പത്തനംതിട്ട. വട്ടക്കുളം പഞ്ചായത്തിലൂടെയാണ് അമൃത ന്യൂസിന്റെ എൻ്റെ പഞ്ചായത്ത് ഇന്ന് യാത്ര നടത്തിയത്. 4 പതിറ്റാണ്ടോളം ഇടതുമുന്നണി ഭരിച്ച ഗ്രാമപഞ്ചായത്തായിരുന്നു വട്ടക്കുളം. എന്നാൽ കഴിഞ്ഞ തവണ ഇടത് ആധിപത്യം അവസാനിപ്പിച്ച് UDF ഭരണം പിടിച്ചെടുത്തു. ആധിപത്യം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണിയും പഞ്ചായത്ത് നിലനിർത്താൻ UDFഉം, എന്നാൽ കഴിഞ്ഞ തവണ നേടിയ 2 സീറ്റിൽ നിന്നും ഭരണം ലക്ഷ്യമാക്കുന്ന BJPയും കളത്തിൽ ഇറങ്ങുമ്പോൾ ആവേശ പോരാട്ടത്തിനാകും വട്ടംകുളം സാക്ഷ്യം വഹിക്കുക എന്നതിൽ സംശയമില്ല. ഒരു കാലത്ത് CPMന്റെ ഉറച്ച കോട്ടയായിരുന്നു വട്ടംകുളം ഗ്രാമപഞ്ചായത്ത്. 40 വർഷത്തോളം നീണ്ട തുടർ ഭരണത്തിന് ശേഷം കഴിഞ്ഞ തവണ UDF വട്ടംകുളം പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്ന 19 സീറ്റിൽ 9 സീറ്റ് UDFഉം 8 സീറ്റ് LDFും നേടിയപ്പോൾ ചരിത്രത്തിലാദ്യമായി 2 സീറ്റ് BJP നേടി. ഇതിനിടെ CPM മെമ്പർ മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM വിമതൻ സ്വതന്ത്രനായി മത്സരിച്ച് UDFന് പിന്തുണ നൽകി. ഇത്തവണ ഭരണം നിലനിർത്താൻ UDFഉം നഷ്ടപ്പെട്ട ആധിപത്യം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷവും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. അതേസമയം സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിൽ BJPയും കളത്തിൽ സജീവമാണ്. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ജില്ലയിൽ തന്നെ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് നടത്തിയത്. ഏകദേശം 568ഓളം ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ നൽകാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏകദേശം 90% കാര്യങ്ങൾ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചു. ജനങ്ങളുടെ വിഷയങ്ങൾ 100% അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വികസന പ്രവർത്തനം കഴിഞ്ഞ 45 കൊല്ലമായിട്ട് CPM ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് 5 വർഷക്കാലത്തിനകം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ജനങ്ങൾ
നല്ലവണ്ണം ഉൾക്കൊള്ളുകയും അതോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. എന്നാൽ ശക്തമായ സംഘടനാ സംവിധാനവും നിലവിലെ ഭരണസമിതിയോടുള്ള എതിർപ്പും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ വഴിയൊരുക്കുമെന്ന് CPM-ഉം കരുതുന്നു. രാഷ്ട്രീയ സംവിധാനങ്ങളിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് LDF-നുള്ളത്. താൽക്കാലികമായി തട്ടിക്കൂട്ട് നിലവിൽ വന്നിട്ടുള്ള UDF-ന്റെ ഭരണത്തിനെതിരെ, അവരുടെ അഴിമതിക്കെതിരെ, വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ വ്യാപകമായ അതിർത്തി വന്നിട്ടുണ്ട്. ഒരു സംശയമില്ല, നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നിലവിലെ 2 മെമ്പർമാർ അവരുടെ വാർഡുകളിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വാർഡുകളിൽ വിജയം കൊണ്ടുവരുമെന്ന് BJP-യും പ്രതീക്ഷിക്കുന്നു. വളരെയധികം മികച്ച രീതിയിലാണ് 2 മെമ്പർമാരുടെയും ഈ 5 വർഷ കാലയളവ് ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് മറ്റുള്ള മെമ്പർമാരെക്കാൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വാർഡുകളിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ 2 മെമ്പർമാരുടെയും പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തിയതാണ്. BJP ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയവും ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് 3 മുന്നണികളും. അമൃത ന്യൂസ്, മലപ്പുറം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. കൂട്ടിക്കിഴിക്കലിന്റെ മണിക്കൂറിലൂടെയാണ് മുന്നണികൾ കടന്നുപോകുന്നത്. മികച്ച വിജയം നേടി ഭരണം നിലനിർത്താനാകുമെന്നാണ് NDA ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതേസമയം എക്സിറ്റ് പോളുകൾക്കപ്പുറത്തേക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് മഹാസഖ്യത്തിന്റെ അവകാശവാദം. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ വോട്ടായി മാറിയോ? അതോ NDAക്ക് തുടർഭരണം ഉണ്ടാകുമോ? ചിത്രം തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാകും. 243 മണ്ഡലങ്ങളിൽ വീറും വാശിയുമേറിയ പോരാട്ടമായിരുന്നു ബീഹാറിൽ. സംസ്ഥാന ദേശീയ രാഷ്ട്രീയം ചർച്ചയാക്കി. വികസനവും തൊഴിലില്ലായ്മയും മഹാസഖ്യം ചർച്ചയാക്കിയപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മുന്നോട്ടു പോകുന്ന ബീഹാറിനെയാണ് NDA ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിൽ എന്തൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നാളെ അറിയാൻ കഴിയുക. എക്സിറ്റ് പോൾ ഫലങ്ങളിലുള്ള മുൻതൂക്കത്തിന്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് JDU-വും BJP-യും മുന്നോട്ടു പോകുന്നത്. അതേസമയം എക്സിറ്റ് പോളുകളെ തള്ളിയ മഹാസഖ്യം അധികാരം പിടിക്കുമെന്ന് ആവർത്തിക്കുന്നു. NDAക്ക് ഭൂരിപക്ഷം പറയുന്ന എക്സിറ്റ് പോളുകളിൽ പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി RJD-യാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് തേജസ്വി യാദവിനെയുമാണ്. വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവാണ് 2020-നെ അപേക്ഷിച്ചുണ്ടായിട്ടുള്ളത്. 66% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇത് 57%. ബീഹാറിൽ മുൻപ് ഓരോ ഘട്ടത്തിലും പോളിംഗ് വ്യത്യാസം വരുമ്പോൾ ഭരണകക്ഷി താഴത്തേക്ക് പോകുന്നതാണ് ചരിത്രം. 5% പോളിംഗ് വർദ്ധിക്കുമ്പോൾ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ആ ആശങ്ക ഒഴിച്ചു നിർത്തിയാൽ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്താകെ ഒരുക്കിയിട്ടുള്ളത്. 38 ജില്ലകളിലെ 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. സംസ്ഥാന പോലീസ് വിഭാഗങ്ങൾക്ക് പുറമെ കേന്ദ്രസേനയുടെ സായുധ വിഭാഗവും മുഴുവൻ സമയ സുരക്ഷയ്ക്കായി ബീഹാറിലുണ്ട്. 3 തലത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. അമൃത ന്യൂസും സജ്ജമാണ്. അമൃത ന്യൂസിലും അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനലിലും വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. എന്നാൽ ബീഹാറിൽ തങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് വിജയസൂചന നൽകുന്നതാണെന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞത്. നാളെ ഫലം വരുമ്പോൾ എല്ലാം മനസ്സിലാകും. എക്സിറ്റ് പോളുകൾ ഹരിയാനയിൽ എങ്ങനെയായിരുന്നുവെന്നും KC വേണുഗോപാൽ ചോദിക്കുന്നു. എന്തായാലും നാളെ യഥാർത്ഥ ഫലം വരുമല്ലോ. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഹരിയാനയിൽ എങ്ങനെയായിരുന്നു വന്നത്, അതുപോലെയാണ് അവിടുത്തെ റിസൾട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വിജയസൂചന നൽകുന്നത് തന്നെയാണ്. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും നാളെ റിസൾട്ട് വരുമല്ലോ.